എം ഡിയുമായി മോഹൻലാലിന് വലിയ അടുപ്പമുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മോഹൻലാൽ, മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എം ടിയുടെ കുടുംബാംഗങ്ങളുമായി, ബന്ധുക്കളുമായും സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അതിനുശേഷം ഉടൻ തന്നെ പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ സാഹചര്യത്തിലായിരിക്കും, പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ എം ഡിയുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കുടുംബാംഗങ്ങളുമായി മോഹൻലാൽ സംസാരിക്കുന്നതാണ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് എം ഡി നമ്മെ വിട്ടുപോയത്. അതിനുശേഷം 11:30 വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയും ഇവിടെ പൊതുദർശനം ആരംഭിക്കുകയുമായിരുന്നു. എം ഡിയുടെ ആഗ്രഹം പോലെ തന്നെ മറ്റെവിടെയും പൊതുദർശനം ഉണ്ടായിരിക്കില്ല. പകരം കൊട്ടാരം റോഡിലുള്ള സിത്താര എന്ന എം ഡിയുടെ വീട്ടിലാണ് പൊതുദർശന ചടങ്ങുകൾ നടക്കുക. രാത്രി 12 മണി മുതലാണ് പൊതുദർശനം ആരംഭിച്ചത്. ആ സമയം മുതൽ വാർത്തയറിഞ്ഞ നൂറുകണക്കിന് ആളുകളാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണി വരെയാണ് സിത്താര എന്ന ഈ വീട്ടിലെ പൊതുദർശനം ഉണ്ടാവുക. ആളുകൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലുള്ള പ്രമുഖരായ ആളുകളും ജനങ്ങളും നൂറുകണക്കിന് ആളുകളും ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തും. അല്പസമയത്തിനുള്ളിൽ 4 മണി വരെ ഇവിടെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം മാവൂർ റോഡ് ശ്മശാനത്തിലായിരിക്കും 5 മണിയോടുകൂടി എം ഡിക്ക് അന്ത്യയാത്ര നൽകുന്ന സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുക. അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് 7 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്തിമോപചാരം അർപ്പിക്കാനായി ഈ വീട്ടിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് പോലീസും ചില നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാരം റോഡിലേക്കുള്ള ഗതാഗതം, അതായത് കൊട്ടാരം റോഡിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നില്ല. പോലീസ് അത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ആളുകളെ മാത്രമാണ്, അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന ആളുകളെ മാത്രമാണ് ഇവിടേക്ക് കടത്തിവിടുക എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും മോഹൻലാൽ കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീട്ടിലെത്തി എം ഡിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം സിത്താര എന്ന വീട്ടിൽ ഇവിടെ എത്തിയത്. അതിനുശേഷം അന്തിമോപചാരം അർപ്പിച്ചു. എം ഡിയെ അവസാനമായി ഒരു നോക്ക് കണ്ടു. അതിനുശേഷം ഇപ്പോൾ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ എം ഡിയുമായുള്ള കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അതെല്ലാം അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളോടൊപ്പം നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട് ഇവിടെ നിന്നും. രാഹുൽ, എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ താൻ എഴുതി അതിനേക്കാൾ എത്രയോ മുകളിലായിരുന്നു മോഹൻലാൽ എന്ന വലിയ നടൻ തൻ്റെ എഴുത്തുകളെ, തൻ്റെ കഥാപാത്രങ്ങളെ തിരശീലയിൽ എത്തിച്ചതെന്ന്. അത്രമേൽ അടുപ്പം, വൈകാരികമായ അടുപ്പം ഉള്ള എം ടി അവസാനമായി ഒരു നോക്ക് കാണാൻ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, സിത്താരയിലേക്ക് ചേർന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം വൈകാരികമാണ്. നമുക്കറിയാം, മോഹൻലാൽ സംവിധാനം ചെയ്ത പുതിയ ചിത്രത്തിൻ്റെ അതിൻ്റെ പ്രൊമോഷൻ വർക്കുകളുമൊക്കെ പുരോഗമിക്കുമ്പോഴും ഈ പുലർച്ചയിൽ അദ്ദേഹം കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങി എം ടിയുടെ വസതിയിലേക്ക് അദ്ദേഹം എത്തണമെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ളൊരു അടുപ്പം, സ്നേഹം, വൈകാരികമായിട്ടുള്ള ബന്ധം, അതൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ അഭിമുഖങ്ങളിലും എം ടി ഒരു കഥാപാത്രമാകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പരാമർശം ഉണ്ടാകുമ്പോൾ പോലും മോഹൻലാൽ എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് അദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം രോഗശയ്യയിലായിരുന്ന കാലത്തൊക്കെ നിരന്തരം അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ച് സസൂക്ഷ്മം ആശുപത്രിയിലും അടുത്ത വൃത്തങ്ങളിലുമൊക്കെ ആയി ബന്ധപ്പെട്ട് അത് നിരന്തരം അന്വേഷിച്ചിരുന്ന ലാൽ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ കോഴിക്കോട്ടെ വസതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാണ്ട് 10 മിനിറ്റ് മുൻപാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോഴും ഈ വീടിനകത്ത് തന്നെ അദ്ദേഹം തുടരുകയുമാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം, എം ടിയെ സംബന്ധിച്ചിടത്തോളം ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ എന്നതുപോലെ ഇരുവരും തമ്മിലുണ്ടായിരുന്ന ഒരു ആത്മബന്ധം, അത് കേവലം ഒരു നടൻ, ഒരു എഴുത്തുകാരൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് തന്നെ വൈകാരികമായിട്ടുള്ള അടുപ്പം ഇരുവർക്കും തമ്മിലുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന കഥാപാത്രങ്ങളെ സമ്മാനിക്കുന്നതിൽ എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിൻ്റെ വിയോഗം മറ്റേതൊരു മലയാളിയെയും പോലെ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഓരോ മലയാളികളെയും പോലെ മോഹൻലാലിനെയും സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അടുപ്പമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി അദ്ദേഹത്തെ ഏറെ വേദനയിലാഴ്ത്തുന്നത് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്പോൾ പുറത്തുവരും. മോഹൻലാൽ ഈ അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകണം. അങ്ങേയറ്റം വൈകാരികമായ ഒരു അനുഭവം അദ്ദേഹത്തിന് MTയുമായി ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള സൗഹൃദം അതൊക്കെ ഓർത്തെടുക്കുകയായിരിക്കണം ഈ നിമിഷങ്ങളിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ നമ്മൾ കാണുന്നതാണ് നിരന്തരം ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹപ്രകാരം ഈ സംസ്കാര ചടങ്ങുകൾ ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളൊരു നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് പാലിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ മോഹൻലാൽ അദ്ദേഹത്തെ കണ്ട ശേഷം അദ്ദേഹത്തെ അനുസ്മരിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ലാലേട്ട, എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ്. 1-2 ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാനും സാധിച്ചു. അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ആ സെറ്റിൽ അദ്ദേഹത്തെ വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് കാലിക്കറ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരുന്നു. ബേബി മറൈൻസ് ബാബുച്ചായൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് കാണുമായിരുന്നു. ഞാനെന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ്. ഒക്കെ അറിയാം. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അതിനെക്കുറിച്ച് പോട്ടെ, അതിപ്പോൾ അത് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രമേൽ അടുപ്പം, വൈകാരികമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കിയ ഒരു പ്രതികരണമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ശ്രീ മോഹൻലാൽ ഇപ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹത്തെ MT വാസുദേവൻ നായരെ അവസാനമായ ഒരു നോക്ക് കണ്ട് ഈ വസതിയിൽ നിന്ന് മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് എത്രത്തോളമായിരുന്നു MTയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അടുപ്പം, സൗഹൃദം എന്നൊക്കെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഏതാണ്ട് 10 മിനിറ്റോളം വീട്ടിൽ ചിലവഴിച്ച് ബന്ധുക്കളൊക്കെ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മോഹൻലാൽ ഇപ്പോൾ ഈ വസതിയിൽ നിന്ന് മടങ്ങുന്നത്. രാഹുൽ സുരേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, അദ്ദേഹം മോഹൻലാൽ ഇപ്പോൾ വസതിയിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? MTയുമായിട്ടുള്ള സൗഹൃദം, അടുപ്പം, സ്നേഹം, സിനിമ എന്നുള്ളത് മാത്രമല്ല സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള സൗഹൃദമായിരുന്നു ഇരുവർക്കും തമ്മിലുണ്ടായിരുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മോഹൻലാൽ പറഞ്ഞത്, രാഹുൽ? തീർച്ചയായിട്ടും നിഖിൽ, വലിയ ആത്മബന്ധം MTയും മോഹൻലാലും തമ്മിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. സിനിമയിലൂടെയാണെങ്കിലും നാടകത്തിലൂടെയാണെങ്കിലും വലിയ രീതിയിലുള്ള ആത്മബന്ധം ഇരുവരും തമ്മിലുണ്ടായിരുന്നു. അത് അവസാന ഘട്ടത്തിലും അതുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവസാന ഘട്ടത്തിൽ ഈ ആരോഗ്യാവസ്ഥ മോശമായ ഘട്ടത്തിലും ഈ MT ആശുപത്രിയിൽ കഴിയുമ്പോഴും അദ്ദേഹം കുടുംബാംഗങ്ങളുമായി കൃത്യമായ കാര്യങ്ങൾ സംവദിച്ചിരുന്നു, ആരോഗ്യാവസ്ഥ കൃത്യമായി അന്വേഷിച്ചിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. കുറേയധികം സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വലിയ വിഷമമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം രണ്ടാമൂഴം ഉൾപ്പെടെയുള്ള രണ്ടാമൂഴത്തിൽ അഭിനയിക്കാൻ കഴിയാത്തതിൽ നിരാശയുണ്ടോ എന്ന ചോദ്യത്തോട് മോഹൻലാൽ പ്രതികരിച്ചില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ്, അതായത് 4:45 കൂടിയാണ് MTയെ അവസാനമായി ഒരു നോക്ക് കാണാനായി മോഹൻലാൽ കൊട്ടാരം റോഡിലുള്ള സിത്താര എന്ന വീട്ടിലെത്തിയത്. ഏതാണ്ട് 15 മിനിറ്റ് ഈ വീട്ടിൽ ചിലവഴിച്ചു. 15 മിനിറ്റ് ചിലവഴിച്ച ശേഷം
അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്നും പോയിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. 3:45ഓടെയാണ് കരിപ്പൂർ എയർപോർട്ടിൽ അദ്ദേഹം വിമാനമിറങ്ങിയത്. തുടർന്ന് റോഡ് മാർഗം ഇവിടേക്ക് എത്തുകയായിരുന്നു. വലിയ ആൾത്തിരക്കുണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് അവസാനമായി MTയെ കണ്ട് മടങ്ങുക എന്ന ഉദ്ദേശത്തിലായിരുന്നു മോഹൻലാൽ ഇവിടേക്ക് എത്തിയത്. സ്വാഭാവികമായും ഇന്നലെ രാത്രിയോട് കൂടിയാണ് മരണവാർത്ത പുറത്തറിഞ്ഞത്. അപ്പോൾ അത് കേട്ട് ആ വാർത്ത അറിഞ്ഞ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. ആ തിരക്കിനിടയിലേക്ക് ആ തിരക്ക് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ കണ്ട് മടങ്ങുക എന്ന ഒരു ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇരുവരും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു അനുഭവങ്ങൾ കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഇനി മറ്റ് സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് പോകുകയാണെങ്കിൽ വൈകിട്ട് 4 മണി വരെയാണ് നമ്മളിപ്പോൾ ഉള്ള ഈ സിത്താര എന്ന വീട്ടിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകുക. അതിനുശേഷം 4 മണിക്ക് ഇവിടെ നിന്ന് മൃതദേഹം 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. MTയുടെ ആഗ്രഹപ്രകാരം മറ്റെവിടെയും പൊതുദർശനം ഉണ്ടായിരിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മകളോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നു. അതായത് സാധാരണ ആളുകൾ മരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പൊതുദർശന ചടങ്ങുകളൊന്നും തന്നെ വേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ആഗ്രഹപ്രകാരം മരിച്ചതിന് തൊട്ടു പിന്നാലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. വീട്ടിൽ തന്നെയാണ് പൊതുദർശനം നടക്കുന്നത്. ഇവിടെ എത്തുന്ന ആർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നാണ് കുടുംബാംഗങ്ങൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ സ്ഥലപരിമിതിയുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ ചില നിയന്ത്രണങ്ങൾ ഈ റോഡിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തി. രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ MTയുടെ വസതിയിലാണ്, MTയുടെ സിത്താര എന്ന വസതിയിലാണ്. അദ്ദേഹം ദീർഘനാൾ തൻ്റെ എഴുത്ത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടപ്പോൾ കൂടല്ലൂരിലെ അദ്ദേഹത്തിൻ്റെ തറവാട് വീട് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിലാണിപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. MTക്ക് വിട പറയാൻ വേണ്ടി, MTക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടി ഒരു പക്ഷേ ഇങ്ങനെ ഒരു ദിവസം ഒന്നിക്കേണ്ടി വരുമെന്ന് ഒരുപക്ഷെ ആരും കരുതിയിരുന്നിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ 90-ാം പിറന്നാൾ നാളിൽ പോലും അത് കൊണ്ടാടിയിരുന്ന മലയാളികളെ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ഇത്രയധികം മലയാളികൾ ഹൃദയത്തിലേറ്റിയ ഒരു എഴുത്തുകാരൻ ഇനി ഉണ്ടാകാൻ തന്നെ സാധ്യതയില്ല എന്ന് മലയാളികൾ ഒന്നടങ്കം പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹം, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളോടുള്ള ആരാധന, അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അല്പസമയം മുൻപ് ഇവിടെ എത്തിയ നടൻ മോഹൻലാലും പങ്കുവച്ചത്, അദ്ദേഹം വാക്കുകൾ ഇടറുകയായിരുന്നു. മോഹൻലാലിനെ വളരെ അപൂർവം സാഹചര്യങ്ങളിൽ നമ്മൾ ആ രീതിയിൽ കണ്ടിട്ടുള്ളൂ. വാക്കുകൾ ഇടറി, കണ്ഠമിടറി സംസാരിക്കാൻ കഴിയാത്ത മോഹൻലാലിനെ നമ്മൾ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുന്നത് MTയുടെ വിയോഗത്തിന് ശേഷവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രമേൽ പ്രിയപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ ഇന്നസെൻറ്റിൻ്റെ വിയോഗത്തിനൊക്കെ ശേഷമാണ് നമ്മൾ അത്തരത്തിൽ മോഹൻലാലിനെ കണ്ടിട്ടുള്ളത്, നെടുമുടി വേണുവിൻ്റെ വിയോഗത്തിനൊക്കെ ശേഷം. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ MT വാസുദേവൻ നായരുടെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടർന്നു. അത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിക്ക് നടക്കും. പൊതുദർശനം നടത്തരുത് എന്നുള്ള നിർദ്ദേശം അദ്ദേഹം നേരത്തെ തന്നെ നൽകിയിരുന്നതാണ് കുടുംബാംഗങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ചടങ്ങ് ഔദ്യോഗികമായി സംഘടിപ്പിക്കപ്പെടുന്നില്ല. തന്നെ കാണേണ്ടവർക്ക്, താൻ യാത്രയായാൽ തന്നെ കാണേണ്ടവർക്ക് തൻ്റെ വസതിയിലെത്തി, തൻ്റെ വീട്ടിലെത്തി കാണാം എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. അതുപോലെ ചില നിർബന്ധങ്ങൾ MTയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ കുടുംബാംഗങ്ങളെ, അശ്വതി അടക്കമുള്ള കുടുംബാംഗങ്ങളെ നേരത്തെ തന്നെ അറിയിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്, അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെയാണ്. എന്തായാലും വൈകിട്ട് 5 മണി വരെ ഇവിടേക്ക് മലയാളികൾ ഒന്നടങ്കം എഴുത്തിനെ സ്നേഹിക്കുന്ന, സിനിമകളെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഒരു കവി എന്നുള്ള നിലയ്ക്കാണെങ്കിലും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും ഒക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, മലയാളത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വസതിയിൽ തന്നെയാണ്, അവിടെ മറ്റെവിടെയും പൊതുദർശനം ഒന്നും തന്നെ സംഘടിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ പൊതുദർശനം ഉണ്ടാവുക. എന്നിരിക്കെ പോലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഇനി ആരൊക്കെ ഇവിടേക്ക് എത്താനിരിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 7 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയുന്നത്. രാഹുൽ സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം. രാഹുൽ, മുഖ്യമന്ത്രി എപ്പോഴെത്തും? മറ്റ് പ്രധാന അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേരുന്ന മറ്റ് പ്രമുഖരാരൊക്കെ?
നിഖിൽ, മുഖ്യമന്ത്രി എത്തുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി 12 മണിയോടെ മുഖ്യമന്ത്രി കോഴിക്കോട്ടെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ വിശ്രമത്തിലാണ്. രാവിലെ 7 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളിപ്പോൾ ഉള്ള ഈ കൊട്ടാരം വീട്ടിലെ സിത്താര എന്ന ഈ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി എത്തുന്നത് തന്നെയാണ് രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറാൻ പോകുന്നത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അവിടെ എത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മരണം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ജനപ്രവാഹം തന്നെ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അവിചാരിതമായി ആ മരണ വാർത്ത മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ അങ്ങനെ ഈ നാട്, ജന്മനാട് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് MT വാസുദേവൻ നായരുടെ, മലയാളം കണ്ട എക്കാലത്തെയും പ്രതിഭ, അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ 16 മുതൽ അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് അന്ത്യം സംഭവിക്കുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അത് ഓരോ നിമിഷവും മലയാളികൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കും വിധം അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള വലിയ പ്രതീക്ഷ ഏവരും പങ്കുവച്ചിരുന്നു. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകൾ അസ്തമിപ്പിച്ചുകൊണ്ട് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി MT വാസുദേവൻ നായരുടെ വിയോഗ വാർത്ത നമ്മെ തേടിയെത്തുകയായിരുന്നു. അതിന് പിന്നാലെ സാംസ്കാരിക കേരളം ഒന്നടങ്കം വിതുമ്പുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സാംസ്കാരിക കേരളം ഒന്നടങ്കം അദ്ദേഹത്തിന് വിട ചൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇനിയും കാലാന്തരങ്ങളോളം നമ്മളിൽ തന്നെ അവശേഷിക്കുമെന്ന് ഏവരും പറഞ്ഞു വയ്ക്കുന്നു. MT മരിക്കുന്നില്ല, ഞങ്ങളിൽ തന്നെ ജീവിക്കുന്നു. അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുള്ള കഥകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഇനിയും കാലങ്ങളോളം ജീവിച്ചിരിക്കുമെന്ന് ആളുകൾ പറയുന്നു, പ്രമുഖർ അനുസ്മരിക്കുന്നു. അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ, കോഴിക്കോട്ടെ വസതിയിൽ നടൻ മോഹൻലാൽ എത്തിച്ചേർന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഈ പുലർച്ചെ ഈ നേരം മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിച്ചേർന്ന് അന്തിമോപചാരം അർപ്പിക്കണമെങ്കിൽ ലാലിനുണ്ടായിരുന്ന അടുപ്പം, ലാലിനോട് MTക്കുണ്ടായിരുന്ന അടുപ്പം, ഇതൊക്കെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൂടെയും മറ്റും വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന സൗഹൃദം അതൊക്കെ വളരെ വ്യക്തമാണ്. എന്തായാലും അല്പസമയം മുൻപാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സിത്താരയിലെത്തി, വസതിയിലെത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങിയത്. അല്പസമയം മുൻപ് ഏതാണ്ട് 10 മിനിറ്റോളം നേരം വീട്ടിൽ ചെലവഴിച്ച ശേഷം ശ്രീ മോഹൻലാൽ ഇവിടെ നിന്ന് മടങ്ങി. ഇനി മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ ഇന്ന് ഇവിടേക്ക് MT അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 7 മണിയോടുകൂടി എത്തിച്ചേരും. മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ഹൃദയസ്പർശിതമായ വരികളുണ്ട്. അത് നമുക്ക് എത്രത്തോളം അടുപ്പം MTക്കും മമ്മൂട്ടിക്കും തമ്മിലുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചിരുന്നു. ചിലരെങ്കിലും പറയാറുണ്ട് MTയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുൻപ് എറണാകുളത്തൊരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനായി എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ലിപ്പോൾ. ഒരു യുഗപ്പൊലിമ മങ്ങിമറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാകുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ 2 കൈകളും മലർത്തി വയ്ക്കുന്നു. ഈ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് വളരെ ഹൃദയസ്പർശിതമായ വൈകാരികമായിട്ടുള്ളൊരു ചിത്രം കൂടി മമ്മൂട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അത് മമ്മൂട്ടിയുടെ നെഞ്ചിൽ MT ഒരു കുഞ്ഞിനെ പോലെ ഇങ്ങനെ കിടക്കുന്നൊരു ചിത്രമാണ്. അത് അന്ന് ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് തന്നെ വൈറലായ ഒരു ചിത്രമായിരുന്നു. എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആഴത്തിൽ തറച്ചു ചെന്ന ഒരു ചിത്രമായിരുന്നു. MT അങ്ങനെ വൈകാരികമായ ആളുകളോട് ഇടപഴകുന്ന, അല്ലെങ്കിൽ നമ്മൾ പുറമെ നിന്ന് കാണുമ്പോൾ ഒരു പരുക്കനായി കാണപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആർക്കും അത്രമേൽ വേഗത്തിൽ വഴങ്ങിക്കൊടുക്കുന്ന ഒരാളായിരുന്നില്ല MT. പക്ഷെ അദ്ദേഹം അടുപ്പക്കാരോട്, ഇത്തരത്തിൽ തനിക്ക് ഏറെ സ്നേഹമുള്ള, ആഴത്തിൽ അടുപ്പമുള്ള ആളുകളോട് എന്നാൽ അങ്ങേയറ്റം ഒരു കുഞ്ഞിനെ പോലെയുള്ള നിഷ്കളങ്കത പ്രകടമാക്കിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു MT. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിക്ക് അത്രമേൽ വൈകാരികമായൊരു കുറിപ്പ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായതും. ഇനിയിപ്പോൾ നിരവധി ആളുകൾ ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരും. നമ്മോടൊപ്പം രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഇനിയിപ്പോൾ 7 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തുന്നു.
തുടർന്ന് മന്ത്രിമാർ, പ്രമുഖ താരങ്ങൾ ഒക്കെ ഉണ്ട്. ഈ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് അദ്ദേഹം ഔദ്യോഗിക ബഹുമതി വേണ്ട എന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള വിവരമുണ്ടോ? അതിൽ ഔദ്യോഗികമായ വിവരം ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിഖിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ബഹുമതികൾ വേണ്ട എന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു, സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകാതെ സാധാരണ രീതിയിലുള്ളൊരു സംസ്കാര ചടങ്ങുകളായിരിക്കും ഇന്ന് നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 7 മണി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ബഹുമതിയോടുകൂടി യാത്രയാക്കേണ്ട ഒരു വ്യക്തിയാണ്. മലയാളത്തിന് ഇത്രയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഏറ്റവും ഉയർന്ന ബഹുമതിയോട് കൂടിയാണ് യാത്രയാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു യാത്രയപ്പ് നൽകുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിലുണ്ടാകേണ്ട ഒരു പൊതുദർശന ചടങ്ങായിരുന്നില്ല ഇന്ന് കോഴിക്കോട് കാണേണ്ടത്. പകരം മറ്റ് ഏതെങ്കിലും ഒരു പ്രധാന ഹാളിലായിരുന്നു, അല്ലെങ്കിൽ ജൂബിലി ഹാളിലോ ആണ് ഒരു പൊതുദർശനം ഇന്ന് ഉണ്ടാകേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കുടുംബാംഗങ്ങൾ അത്തരത്തിലുള്ള തീരുമാനമെടുത്തു. ഇന്നലെ 10 മണിക്ക് മരണം സ്ഥിരീകരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നു. വീടിനകത്തേക്ക് മൃതദേഹം കയറ്റി പൊതുദർശനം ഇവിടെ തന്നെ ആരംഭിക്കുന്നു. അപ്പോൾ ഇതുവരെയും ഈ നിമിഷം വരെയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് മരണത്തിന് ശേഷമുള്ള എല്ലാ പ്രക്രിയകളും നടന്നിട്ടുള്ളത്. അപ്പോൾ മരണാനന്തര ബഹുമതി ഇല്ലാതെ തന്നെ ആ സംസ്കാരം നടക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് 5 മണി വരെ വീട്ടിൽ പൊതുദർശനം അല്ലേ? 4 മണി വരെ ഈ വീട്ടിൽ പൊതുദർശനം, നമ്മളിപ്പോൾ ഉള്ള ഈ വീട്ടിൽ പൊതുദർശനം. അതിനുശേഷം വിലാപയാത്രയായി ഇവിടെ നിന്ന് മൃതദേഹം ഏതാണ്ട് മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് ഏതാണ്ട് 3 കിലോമീറ്ററാണ് പരമാവധി ഉള്ളപ്പോൾ 4 മണിക്ക് ഇവിടെ നിന്ന് മൃതദേഹം വിലാപയാത്രയായി അവിടേക്ക് കൊണ്ടുപോകുന്നു. 5 മണിക്ക് അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്താം എന്നതാണ് നിലവിലെ തീരുമാനം. അത് ഇന്നലെ രാത്രിയിൽ അറിയിച്ച ഒരു തീരുമാനമാണ്. ആ സമയത്തിൽ ഇനി എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിഖിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 7 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്താൻ പോവുകയാണ്. അതിനുശേഷം മന്ത്രിമാരെത്തും, പ്രതിപക്ഷ നേതാവെത്തും, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെത്തും. അങ്ങനെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ജനപ്രവാഹം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് കൊട്ടാരം റോഡ് എന്ന് പറയുന്നത്. റോഡ് അടച്ചിട്ടുണ്ട്. അതായത് പ്രധാന പാതയിൽ നിന്നും നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ കാണുന്ന അതാണ് പ്രധാന പാത. അവിടെ നിന്നും ഈ കൊട്ടാരം റോഡിലേക്കുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. അവിടെ ബാരിക്കേഡ് വെച്ച് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. അത്യാവശ്യം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉൾപ്പെടെയുള്ള അത്രയ്ക്ക് വേണ്ടപ്പെട്ട വാഹനങ്ങൾ മാത്രമേ ഇവിടേക്ക് കയറ്റി വിടുകയുള്ളൂ എന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പുറ സൈഡിലും റോഡ് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു സ്ഥലപരിമിതിയുണ്ട്. നിഖിലിന് കൃത്യമായി നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സ്ഥലപരിമിതിയുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്താണ് വീടുള്ളത്. അപ്പോൾ MD അവസാനമായി ഒരു നോക്ക് കാണാൻ ജനപ്രവാഹം ഇവിടേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കൃത്യമായ നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ ഒരുപക്ഷെ എത്തുന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ആളുകൾ ഒരുപാട് കൂടുതലായിട്ട് എത്തുകയാണെങ്കിൽ ഇവിടെ ഒരു ക്യൂ ഒക്കെ ഏർപ്പെടുത്തി സുഗമമായിട്ട് MTയെ കാണുന്നതിന് വേണ്ടി അത് ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. എഴുത്തും ഭാഷയും ഒക്കെ സ്നേഹിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. സ്വാഭാവികമാണത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് അതിനുള്ള അവസരമില്ലാതെ പോകരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ റോഡിലേക്ക് ഇപ്പോൾ വാഹന ഗതാഗതം അനുവദിക്കുന്നില്ല. അതുമാത്രമല്ല, ഒരുപാട് പ്രമുഖർ ഇനി എത്താനുമുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എത്താനുണ്ട്. നടൻ മമ്മൂട്ടി എത്തിയേക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ എത്തരത്തിലുള്ള ഒരു ഗതാഗത ക്രമീകരണം ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനുശേഷം 4 മണിയോടുകൂടി രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ 4 മണിയോട് കൂടിയിട്ട് ഇവിടെ നിന്ന് വിലാപയാത്രയായിക്കൊണ്ട് മൃതദേഹം മാവൂർ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകളടക്കം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഓർക്കുന്നത് അദ്ദേഹവുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഈ തുഞ്ചൻപറമ്പിൽ അദ്ദേഹം ഉണ്ടാകാറുണ്ട്. നമ്മൾ പല വിഷയങ്ങളിൽ ഒരുപക്ഷെ പ്രതികരണങ്ങളൊക്കെ തേടുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അവിടെയാണ് ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ നമ്മൾ പ്രതികരണങ്ങൾ തേടാൻ പോകുമ്പോൾ അദ്ദേഹം അവിടെയാണ് ഉണ്ടാവുക. ചില ഘട്ടങ്ങളിൽ അല്പം കാർക്കശ്യത്തോട് കൂടിയിട്ടായിരിക്കും സംസാരിക്കുക. ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ മാധ്യമങ്ങളെ കാണുന്നില്ല, ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ആയിരിക്കും പറയുക. ഒരല്പസമയം അവിടെ കാത്തിരുന്നപ്പോൾ ഒരു വിഷമം തോന്നിയിട്ടാകണം, ഒരുപക്ഷെ നമ്മുടെ മുഖത്തേക്ക് നോക്കി ഇത്രയും സമയം കാത്തിരിക്കുകയാണല്ലോ എന്ന് തോന്നിയിട്ടാകണം ഉള്ളിലേക്ക് വിളിച്ച് വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ച് അദ്ദേഹവുമായിട്ട് വളരെ കുറഞ്ഞ സമയം ചിലവഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഉണ്ടാകുന്നൊരു അടുപ്പം, ഒരു സ്നേഹം, അത് ഓരോ മലയാളിക്കും ഉള്ളതാണ്. എന്തായാലും രണ്ടാമൂഴം അടക്കമുള്ള സിനിമകൾ
ഒരുപക്ഷെ വരാനിരിക്കെ അല്ലെ അത്തരത്തിലുള്ള കാത്തിരിപ്പിലൊക്കെയായിരുന്നു മലയാളികൾ ഒന്നടങ്കം. വിപിൻ സി വിജയൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് സത്യത്തിലെ MT വാസുദേവൻ നായർ? അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുമ്പോഴൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഓരോ ഘട്ടത്തിലും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് ഉണ്ടായില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആശുപത്രിയിലൊക്കെ ആകുമ്പോൾ പിന്നീട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും ഇതേ സിത്താരയിലേക്ക് തന്നെ വരുന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ സിത്താരയിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം കൂടിയുണ്ട്. കാരണം ഈ ഒരു കാലത്തിലൂടെ നമ്മളുടെയൊക്കെ ഒരു കാലത്തിലെ എഴുതാൻ ഒരു വരിയെങ്കിലും നമ്മളെയൊക്കെ എഴുതാൻ പ്രേരിപ്പിച്ച ഒരു എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MT എന്നുള്ളത് മാത്രമാണ് അതിനൊക്കെ ഉള്ള ഉത്തരം. കാരണം ഇവിടുത്തെ നമ്മളുടെ ഒക്കെ ജീവിച്ചു വളർന്നിട്ടുള്ള ഈ വള്ളുവനാടൻ വഴികളുടെയൊക്കെ നമുക്ക് പരിചയമുള്ള ആരൊക്കെയോ ഓരോ കഥാപാത്രങ്ങളിലും ഉണ്ട് എന്ന് തോന്നിപ്പിക്കും എന്നുള്ളതാണ് MTയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ആ ഒരു മാന്ത്രികതയുണ്ടല്ലോ, എഴുത്തിൻ്റെ ഒരു മാന്ത്രികത നമ്മൾ അനുഭവിച്ച പല പല ഘട്ടങ്ങളുമുണ്ട്. അപ്പോൾ എനിക്കും എഴുതാൻ സാധിക്കുമെന്ന് ഏതൊരു മലയാളിക്കും തോന്നിയ ഒരു കാലം എന്ന് പറയുന്നത് ഈ ഒരു അരനൂറ്റാണ്ടിലധികം നീണ്ടു നിൽക്കുന്ന ഒരു എഴുത്തിൻ്റെതായിരിക്കും. കാരണം ഇപ്പോൾ ഈ ഒരു നൂറ്റാണ്ടിൽ എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ 91-ാം വയസ്സിൽ MT വാസുദേവൻ നായർ വിടവാങ്ങുമ്പോൾ ഇത്രയും കാലം നമുക്ക് നീണ്ടു നിന്നിട്ടുള്ള എഴുത്തിൻ്റെ വലിയ ഒരു കാലത്തിലേക്ക് നമ്മൾ അന്ന് മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ് വലിയൊരു ദുഃഖം ഉണ്ടാകുന്ന ഒരു കാര്യം. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇന്നലെ മുതൽ തന്നെ സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്.